ഭീകരരെ നേരിടാൻ രൂപം കൊണ്ട ടാഡ കേസ്. രാജ്യത്ത് ആദ്യമായി അത് കണ്ണൂർ ജില്ലയിലെ രാഷ്ട്രീയ പ്രവർത്തകർക്ക് നേരെയും ഉപയോഗിച്ചു. കേരളത്തിലെ ആദ്യ ടാഡ കേസിലെ പ്രതികളിലൊരാൾ എത്തുന്നു സക്സസ് സ്റ്റോറിയിൽ. കേരളത്തിലെ ഏറ്റവും വലിയ സഹകരണ ആശുപത്രിയായ കണ്ണൂർ AKG ആശുപത്രിയുടെ അമരക്കാരൻ പി പുരുഷോത്തമൻ ഫെബ്രുവരി 2 വൈകുന്നേരം 6:30 സക്സസ് സ്റ്റോറിയിൽ മനസ്സു തുറക്കുന്നു. ചാണകം മെഴുകിയ ക്ലാസ് റൂമുകൾ, 2 പൈസക്ക് ബേക്കറിയിലെ റസ്കിന്റെ പൊടി വാങ്ങിക്കഴിച്ച് വിശപ്പടക്കിയ ബാല്യം, രാഷ്ട്രീയ എതിരാളികളുടെ അക്രമത്തിനിരയായ കാലം, പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് ജയിലിൽ അടക്കപ്പെട്ട ദിനങ്ങൾ, രാഷ്ട്രീയ കേസുകളിൽപ്പെട്ട് ഒളിവ് ജീവിതം നയിച്ച നാളുകൾ. ഈ ഏരിയ സെക്രട്ടറി പദവിയിൽ 18 വർഷം ഇരിക്കാവുന്ന മട്ടന്നൂർ പോലുള്ള ഒരു സംഘർഷ കാലഘട്ടമാണല്ലോ. പലപ്പോഴും കണ്ണൂർ ജില്ല എന്ന് പറഞ്ഞാൽ ഒരു സംഘർഷത്തിൻ്റെ മണ്ണാണ്. അത് പറഞ്ഞാൽ ഏറ്റുമുട്ടിക്കൊണ്ടേ ഇരിക്കുന്നു സ്ഥിരമായിട്ട്. ആ കാലഘട്ടത്തിലെ ഓർമ്മകൾ എന്തൊക്കെയാണ്? അന്ന് ഞാൻ അവിടെ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി മെമ്പറാണ്. അതൊരു പുതിയ അനുഭവമാണ്. 94 KV സുധീഷ് ഉൾപ്പെടെയുള്ള ആളുകളെ കൊല ചെയ്യപ്പെടുന്നത് ആ ഘട്ടത്തിൽ. ഈ സുധീഷിൻ്റെ കൊലപാതകത്തിൻ്റെ തലേ ദിവസം അവിടെ ഒരു സംഭവം നടന്നിരുന്നു. ഒരു കേസാണ്. അതിൻ്റെ ഒരു റിയാക്ഷൻ ഉള്ള നിലയിലാണ് സുധീഷിനെ കൊല ചെയ്യപ്പെടുന്നത്. സദാനന്ദ മാഷെ ആക്രമിച്ച കേസിൽ ഞാൻ ഉൾപ്പെടെ പ്രതിയാക്കപ്പെട്ടു. ഞാനന്ന് ലോക്കൽ സെക്രട്ടറി എന്നുള്ള നിലയിലാണ് അതിനെ പ്രതി അറിയുന്നത്. ആ സന്ദർഭത്തിലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, എവിടെയെങ്കിലും സംഘർഷം ഉണ്ടായാൽ പാർട്ടി നേതാക്കന്മാരെ പ്രതിയാക്കുക എന്നൊരു നിലപാടാണ് പോലീസ് സ്വീകരിക്കുന്നത്. അത് ആരാണോ ഉത്തരവാദിത്വത്തിൽ ഇരിക്കുന്നത് അവരുൾപ്പെടെ കേസ് പ്രതിയാക്കി. അപ്പോൾ ആ കേസ് പ്രതിയാക്കി അതൊരു രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അനുഭവമായിരുന്നു. പരിയാരം മെഡിക്കൽ കോളേജിന്റെയും മട്ടന്നൂർ നഗരസഭയുടെയും വൈസ് ചെയർമാനായിരുന്ന പി പുരുഷോത്തമൻ കടന്നു വന്നത് കനലെരിയും വഴികളിലൂടെ. നമ്മളങ്ങനെ ഈ ആശുപത്രിൻ്റെ ഒരു വളർച്ച 2.5 വർഷത്തെ കാലത്തേത് മാത്രം അളന്നാൽ പോരാന്ന് എൻ്റെ അഭിപ്രായം. ഇപ്പോൾ പുതിയ ആധുനിക കാലഘട്ടത്തിൻ്റെ ആവശ്യത്തിനനുസരിച്ച് കുറേ മാറ്റങ്ങൾ ഇപ്പം നമ്മൾ വരുത്തിക്കൊണ്ടിരിക്കുക. ഇനി ഒരുപാട് മാറണം. നമ്മുടെ ശാസ്ത്ര സാങ്കേതിക വിദ്യ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലമായതുകൊണ്ട് വലിയ മാറ്റം ഈ മേഖലയിൽ ഉണ്ടാവേണ്ടതുണ്ട്. ചെറിയ കാര്യങ്ങൾ ഇപ്പോൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. എളുപ്പമായിരുന്നില്ല അന്നത്തെ പൊതുപ്രവർത്തനവും രാഷ്ട്രീയ ജീവിതവും. പുരുഷോത്തമൻ കടന്നുവന്ന വഴികളറിയാൻ, പൊതുപ്രവർത്തകർ രൂപം കൊള്ളുമ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾ അറിയാൻ കാണുക സക്സസ് സ്റ്റോറി.